അപ്പോൾ വിഷുവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുള്ള് എൻ്റെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള ബുക്കുകളാണ് കേട്ടോ. ഒരു +2 വരെയുള്ളതെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇതിൽ ഡിഗ്രിയുടെ ആണ് ഈ കാണുന്ന മൊത്തം. പിന്നെ കുറേ ന്യൂസ് പേപ്പർ, ഇപ്പം എൻട്രൻസിന് പ്രിപ്പറേഷൻ ചെയ്യണ കാരണം ഒരുപാട് ന്യൂസ് പേപ്പർ കഴിഞ്ഞ കൊല്ലം തൊട്ടേ വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ നോക്കാണ്ട് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ന്യൂസ് വായിച്ചില്ലെങ്കിൽ എന്നാൽ അടുത്ത ദിവസം വായിക്കാം, പിന്നത്തെ ദിവസം വായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കൊല്ലത്തെ ന്യൂസ് പേപ്പറുകൾ അങ്ങനെ ചാക്കിലാക്കി വെച്ചേക്കാണ് ഞാൻ. ഇനിയിപ്പോൾ അതൊന്നും വായിക്കാൻ പോകുന്നില്ല എന്തായാലും. അപ്പോൾ അതൊക്കെ എടുത്ത് വിൽക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം നമ്മൾ ഈ ഗൈഡുകളൊക്കെ വെക്കുമ്പോഴാണ്. കാരണം ഡിഗ്രി ഞാൻ BA ഇംഗ്ലീഷ് പഠിച്ച കാരണം ഒരുപാട് ഗൈഡായിരുന്നു ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഈ ഗൈഡുകൾ ഫുള്ളും നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്, വാങ്ങിയ പോലെയാണ് ഇരിക്കുന്നത്. ആ പരീക്ഷയുടെ 2 ദിവസം മുന്നൊക്കെ പെടഞ്ഞ് പഠിക്കണ ആ രീതിയിലാണ് ഇതൊക്കെ തുറന്ന് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വിഷമമാണിത്. ഓരോ ഗൈഡിന് നല്ലപോലെ പൈസയും ഉണ്ട്. അപ്പോൾ ഈ ഒരു കട്ട ഫുള്ള് ഗൈഡ്, ഇതല്ലാണ്ട് ടെക്സ്റ്റ് ബുക്കുകളും ന്യൂസ് പേപ്പറുകളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷമമാണ് കൂടുതൽ എനിക്ക് ഈ ബുക്ക് വിൽക്കുമ്പോൾ. ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ കോളേജിലൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള വല്ല കുട്ടികളുണ്ട് ടെക്സ്റ്റ് ബുക്ക് ഗൈഡ് എങ്ങാനും ആവശ്യമുള്ളവരുണ്ടോന്ന് മിസ്സുമാരോട് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സിലബസ് തന്നെ മാറി. ഇപ്പോൾ കാലിക്കറ്റയുടെ സിലബസ് ഒക്കെ നന്നായി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതൊന്നും ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ എടുത്ത് വിൽക്കേണ്ട അവസ്ഥ. എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര വലിയ പഠിപ്പിച്ചൊന്നുമല്ല ഞാൻ, എങ്കിലും ഇതൊക്കെ വിൽക്കുമ്പോൾ നമുക്കൊരു സങ്കടം. വിഷു കഴിഞ്ഞിട്ട് 2 മാസമെങ്കിലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ട് എടുത്ത് വെച്ച വീഡിയോ ആയ കാരണം എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു. ആ വിഷുയുടെ ടൈമിലൊക്കെ എപ്പോഴും ഹെവി വർക്ക് ആയിരിക്കും കേട്ടോ വീട്ടിൽ. കാരണം അത്രയും കാര്യങ്ങൾ ഒതുക്കാനും പിടിക്കാനൊക്കെ ഉണ്ടാവും. ഇത് ഫുള്ള് എൻ്റെ എന്താ പറയുക, ഹോൾ ടിക്കറ്റ് ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെയാണ്. ഇത് നമ്മൾ പഠിച്ചൊക്കെ ഉണ്ടാക്കിയത് തലേന്നാളത്തെ ഒറ്റ ദിവസം കൊണ്ട് ഡിഗ്രിക്കൊക്കെ. നമുക്ക് അന്ന് കുഴപ്പമാണല്ലോ, ഡിഗ്രിയുടെ 2 ദിവസം മുന്നാണ് അയ്യോ പരീക്ഷയാണെന്നുള്ള ബോധം വരിക. ആ 2 ദിവസം മുന്നേ നമ്മൾ പഠിച്ചുണ്ടാക്കാൻ വേണ്ടി ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ പോയി എടുത്ത് ചെയ്യണതാണ് ഈ പരിപാടി. കാര്യം ബുക്കൊക്കെ അടക്കി പറക്കി വെക്കലാണെങ്കിലും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.